തുടർച്ചയായ 6 ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയതിനു ശേഷം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച റിക്കവറി കാഴ്ചവെക്കുകയും 22,800-ൽ നിന്നും 23,000-ന് മുകളിലേക്ക് ഒരു സ്മാർട്ട് മൂവ് നൽകുകയും ചെയ്തു. മാർക്കറ്റിൽ വന്ന ഈ സ്മാർട്ട് റിക്കവറിയെ സ്ട്രോങ് റിസൈലൻസിൻ്റെ ഇൻഡിക്കേഷനായിട്ടാണ് മാർക്കറ്റ് വിലയിരുത്തുന്നത്. 22,800 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി വരും ദിവസങ്ങളിൽ തുടരും. 23,150 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. 23,150 എന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 23,500 വരെ മാർക്കറ്റ് നീങ്ങാൻ സാധ്യതയുണ്ട്. 23,500-ന് താഴെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ 23,500-ന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുന്നത് വരെ സെൻറ്റിമെൻറ്റ് ബിയറിഷായി അല്ലെങ്കിൽ വീക്കായി തുടരാനാണ് സാധ്യത. ഓവറോൾ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡെയിലി ബേസിസിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ലോങ് ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ക്യാൻഡിൽ ബോട്ടം ലെവലിൽ നിന്നുള്ള റിക്കവറിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 10, 20, 50, 100, 200 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് പോസിറ്റീവായി തുടരാനുള്ള സൂചനയാണ് നൽകുന്നത്. അതേസമയം വോളറ്റിലിറ്റി ഇൻഡെക്സ് 0.17% വർദ്ധിച്ച് 14.9 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ബയേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ വരും ദിവസങ്ങളിൽ ഉയർന്ന വോളറ്റിലിറ്റി തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയുമുണ്ട്. കൂടാതെ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ പുട്ട് കോൾ റേഷ്യോ 0.75-ന് അടുത്തായിട്ടാണ്. ഔട്ട്ലുക്ക് ബിയറിഷ് ആണെങ്കിലും 0.69-ൽ നിന്നും പുട്ട് കോൾ റേഷ്യോ 0.75-ലേക്ക് ഉയർന്നത് മാർക്കറ്റിൽ ബയേഴ്സിന് അനുകൂലമായ ഒരു സിഗ്നലായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഐ.പി.സി.എ ലബോറട്ടറീസ്, ആഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ, ആൾകാർഗോ ലോജിസ്റ്റിക്, ആൻസൽ ഹൗസിംഗ്, കോൺകോർഡ് ബയോടെക്, ദീപക് നൈട്രേറ്റ്, ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഹെൽത്ത് കെയർ ഗ്ലോബൽ എൻ്റർപ്രൈസസ്, റേഡിയൻ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് സിസ്റ്റം, SJVN, ടെക്സ്മോ പൈപ്സ് ആൻഡ് പ്രൊഡക്ട്സ്, യുണൈറ്റഡ് ബ്രിവറീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരാനിരിക്കെ ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഭാരത് ഫോർജ്. ഭാരത് ഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8.4% ഇടിഞ്ഞ് 377 കോടിയിൽ നിന്നും 346 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ റവന്യൂ 7.4% ഇടിഞ്ഞ് 2,263 കോടിയിൽ നിന്നും 2,095 കോടിയിലേക്ക് എത്തി. അതേസമയം ഭാരത് ഫോർജ് എന്ന കമ്പനി വേദ എയറോനോട്ടിക്സ് എന്ന കമ്പനിയുമായി ചേർന്ന് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ആൻഡ് ഹൈ സ്പീഡ് ഏരിയൽ വെപ്പൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൊളാബറേഷൻ ഡീലിലെത്തിയത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് 32% വർദ്ധിച്ച് 1,027 കോടിയിൽ നിന്നും 1,361 കോടിയിലേക്ക് എത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 42% വർദ്ധിച്ച് 1,905 കോടിയിൽ നിന്നും 2,721 കോടിയിലേക്ക് എത്തി. PN ഗാഡ്ഗിൽ ജുവലേഴ്സിൻ്റെ പ്രോഫിറ്റ് 49% വർദ്ധിച്ച് 57 കോടിയിൽ നിന്നും 86 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 23% വർദ്ധിച്ച് 1972-ൽ നിന്നും 2,435 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ലാൻഡ്മാർക്ക് കാർസിൻ്റെ പ്രോഫിറ്റിൽ 38%-ഓളം ഇടിവ് വന്നു. 18 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 11 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. അതേസമയം റവന്യൂ 24% വർദ്ധിച്ച് 989 കോടിയിൽ നിന്നും 1,195 കോടിയിലേക്കെത്തി. ക്രോംപ്ടൺ ഗ്രീവ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവിലും പ്രോഫിറ്റിലും വർധനവുണ്ടായി. റവന്യൂ 4.5% വർദ്ധിച്ച് 1,692 കോടിയിൽ നിന്നും 1,769 കോടിയിലേക്ക് എത്തിയപ്പോൾ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 27% വർദ്ധിച്ച് 86 കോടിയിൽ നിന്നും 109 കോടിയിലേക്കെത്തി. ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് 76% വർദ്ധിച്ച് 106 കോടിയിൽ നിന്ന് 188 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 34% വർദ്ധിച്ച് 3,590 കോടിയിൽ നിന്നും 4,824 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോട്ടക് മഹീന്ദ്ര ബാങ്കിന് മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് അവസാനിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആൻഡ് മൊബൈൽ ബാങ്കിംഗ് ചാനൽസ് വഴി ന്യൂ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തു മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ ഫോക്കസ് ചെയ്യാം. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി സസ്റ്റൈനബിൾ എനർജി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി സിംഗപ്പൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ICICI ബാങ്കിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉടൻ തന്നെ മാർക്കറ്റിൽ ലിസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ICICI ബാങ്ക് ഈ കമ്പനിയിലുള്ള ഡൈവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നു. ICICI ബാങ്ക് ഡൈവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ICICI പ്രൊഡൻഷ്യലിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൽ ഡൈവെസ്റ്റ്മെൻറ്റ് വരുത്തിയാലും ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡറായി തുടരും.
കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ടാറ്റ പവറാണ്. ടാറ്റ പവർ എന്ന കമ്പനി ONGCയുമായി ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ONGCയും ടാറ്റ പവറും മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. റൈറ്റ്സ് എന്ന കമ്പനി ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ടേഷൻ ഓർഗനൈസേഷനുമായി ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. റെയിൽടെൽ എന്ന കമ്പനിക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഓഫ് ബീഹാർ എഡ്യൂക്കേഷൻ പ്രൊജക്ട് കൗൺസിലിൽ നിന്നും 123 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. വക്രാങ്കി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വക്രാങ്കി എന്ന കമ്പനിക്ക് വൈറ്റ് ATM സെറ്റപ്പ് ചെയ്യാനുള്ള അതോറൈസേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2026 മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ട്. വക്രാങ്കി ഇതുവരെ 6035 വൈറ്റ് ലേബൽ ATM ആണ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. NTPC ഗ്രീൻ എനർജി, ONGC തുടങ്ങിയ കമ്പനികളുടെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായ ONGC ഗ്രീൻ എന്ന കമ്പനി നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, എവർസോഴ്സ് ക്യാപിറ്റൽ തുടങ്ങിയവയിൽ നിന്നും അയാന റിന്യൂവബിൾ പവർ എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. അദാനി പോർട്ട് എന്ന കമ്പനി ഖത്തർ ബേസ്ഡ് കമ്പനിയായ അൽ അന്നബി മറൈൻ സർവീസ് എന്ന കമ്പനിയുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്.